നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മളുടെ ആരോഗ്യത്തിനെ സംരക്ഷിക്കാനും പോഷിക്കാനും ഉള്ള ഫ്രൂട്ട്സിനെ കുറിച്ചിട്ടായിരിക്കും ഈ സീരീസ് ഓഫ് വീഡിയോസ്. അപ്പോൾ ഒരു ഫ്രൂട്ടിനെ കുറിച്ചിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഫ്രൂട്ട് ഒരു പവർ ഹൗസ്, നമ്മുടെ ആരോഗ്യത്തിന് പവർ ഹൗസ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ആണ് പേരയ്ക്ക അല്ലെങ്കിൽ ഗോവ. ഇതില് വൈറ്റമിൻ സിയും ഫൈബറും റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട് ആണ്. വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും, ഇമ്മ്യൂണിറ്റി കുറവുള്ള കുട്ടികൾക്ക്, അതായത് കുഞ്ഞു കുട്ടികൾക്ക് വീട്ടില് ഇടയ്ക്കിടയ്ക്ക് പനി ജലദോഷം ഒക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് സ്ഥിരം കൊടുക്കാൻ പറ്റുന്ന ഫ്രൂട്ടും അവരുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള ഒരു ഫ്രൂട്ടുമാണ് പേരയ്ക്ക. പിന്നെ ഹൈ ഫൈബർ ഉള്ളതുകൊണ്ട് ഡൈജഷനെ ഇംപ്രൂവ് ചെയ്യാനും ഗട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും, കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉള്ളവർ അത് സ്ഥിരമായിട്ട് എടുത്തു വന്നാൽ കോൺസ്റ്റിപ്പേഷൻ എന്ന് അവർക്കൊരു റിലീഫ് കിട്ടാനും സാധ്യതയുള്ള ഒരു ഫ്രൂട്ടാണ്. ഇത് മാത്രമല്ലാതെ ഈ വൈറ്റമിൻ സി, ഫൈബർ ആസ് വെൽ ആസ് ഇതിന്റെ ഈ ഫ്രൂട്ടില് GI ഗ്ലൈസെമിക് ഇൻഡെക്സ് 12 തുടങ്ങി 24 വരെയുള്ള ഒരു 100 ഗ്രാം ഫ്രൂട്ടില്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഡയബറ്റിസിനും വെയിറ്റ് ലോസിനും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് പേരയ്ക്ക. മറ്റു ഫ്രൂട്ടുകളെ കാട്ടിലും ഇച്ചിരി കൂടി കൂടുതൽ പ്രോട്ടീൻ ഉള്ള ഫ്രൂട്ടുമാണ്. ഫൈബറും പ്രോട്ടീനും ഉള്ളതുണ്ട്. ഒരു അര മുട്ടയുടെ 2.6 ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ നമുക്ക് ഒരു 100 ഗ്രാം ഓഫ് പേരയ്ക്ക കഴിച്ചാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ വെജിറ്റേറിയൻ സോഴ്സ് മുട്ട കഴിക്കാൻ പറ്റാത്തവർ, എന്തെങ്കിലും ഡൈജഷൻ ഇഷ്യൂസ് ഒക്കെ ഉള്ളവര് നമുക്ക് സ്ഥിരം പേരയ്ക്കയും ഇൻക്ലൂഡ് ചെയ്യാം. ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ വെയിറ്റ് ലോസ് ഓൾസോ. അപ്പോ സ്ഥിരം ആരോഗ്യത്തിന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും നമ്മള് സ്ഥിരം കൂട്ടേണ്ട ഫ്രൂട്ടാണ് പേരയ്ക്ക. പിന്നെ മറക്കാതെ സ്ഥിരം പേരയ്ക്ക കൂട്ടിക്കോളൂ. Thank you. This is Dr. Sumata from Shobhanam Multi Specialty Homeo Clinic, Chennai.